ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന വഴിത്തിരിവെന്നോണം ഇന്നലെ തന്ത്രി കണ്ഠര് രാജീവര് അറസ്റ്റിലായി. SITയുടെ അന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്നതിനുള്ള തെളിവാണ് ഈ അറസ്റ്റ്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്വേഷണം സത്യസന്ധമാണെങ്കിൽ ഇനി ഉടൻ ഉണ്ടാകാൻ പോകുന്ന അറസ്റ്റ് അത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ആയിരിക്കും. എന്നാൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അറസ്റ്റ് ഉണ്ടാകാത്തതിൽ കോൺഗ്രസ് നേതാക്കളും ജനങ്ങളും തികച്ചും അസ്വസ്ഥരാണ്. കടകംപള്ളിയുടെ അറസ്റ്റ് വഹിക്കുന്നതിൽ വിമർശനവുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. കേസിൽ ഇനിയും ഉന്നതർ പിടിയിലാകാനുണ്ട്. കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ട് എന്തായെന്നുമാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചോദിക്കുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിന്റെ പുരോഗതി തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? കടകംപള്ളിയുടെ അഭിമുഖം എടുത്തതല്ലോ. ഇനിയും വമ്പൻ സ്രാവുകൾ ഈ കേസിൽ പിടിക്കപ്പെടും. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം മനഃപൂർവ്വം പല രാഷ്ട്രീയ നേതാക്കളെയും ഒഴിവാക്കുകയാണെന്നും സണ്ണി ജോസഫ് പറയുന്നു. കടകംപള്ളിയെ രക്ഷിക്കാനാണോ തന്ത്രിയുടെ ഈ അറസ്റ്റ് എന്നും സംശയമുണ്ട്. എന്നാൽ തന്ത്രിയുടെ അറസ്റ്റ് മന്ത്രിക്ക് പണിയാകുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത്. കാരണം വരും ദിവസങ്ങളിൽ തന്ത്രിയുടെ മൊഴി അതിപ്രധാനം തന്നെയാണ്. തന്ത്രിയുടെ മൊഴികൾ കടകംപള്ളിയിലേക്ക് വീണ്ടും വിരലുകൾ ചൂണ്ടിയാൽ ഇനിയും രക്ഷയില്ല. എന്നാലും അറസ്റ്റ് നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം SITക്ക് മുകളിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നാണ് K മുരളീധരൻ പറയുന്നത്. ഈ കേസിൽ ഇനിയും പിടിയിലാകാനുള്ളവരുണ്ട് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതായും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഒരുവിധമാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്നുള്ള സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അതിനിർണായകമായതിനാൽ ജാഗ്രതയോടെയാണ് ഓരോ UDF നേതാക്കളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ തെരഞ്ഞെടുപ്പിൽ UDFന് ഉപയോഗിക്കാവുന്ന ഒരു വജ്രായുധം തന്നെയായിരിക്കും അത്. സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. കടകംപള്ളിയെ മാറ്റി നിർത്തി തന്ത്രിയിൽ ഒതുക്കാൻ നോക്കിയാൽ അംഗീകരിക്കില്ലെന്നും അന്വേഷണം നടക്കട്ടെ, ഏതുവരെ പോകുമെന്ന് നോക്കാം, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ അതിന്റെ മറവിൽ ഉന്നതരെ സംരക്ഷിക്കാൻ അനുവദിക്കില്ല. പത്മകുമാർ പറഞ്ഞതിൽ തന്നെയുണ്ട് കടകംപള്ളിക്കെതിരായ സൂചന. അത് അറസ്റ്റിലേക്ക് എത്തുന്നതുവരെ വെറുതെ ഇരിക്കില്ലെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നൽകുന്നുണ്ട്.